ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചാണ്. നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്, നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ ഉണ്ടാകുമോ, എന്തായിരിക്കും നെക്സ്റ്റ് നിങ്ങളുടെ അവസ്ഥ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. ആദ്യം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. പാസ്റ്റ് നമുക്കറിയാൻ സാധിക്കും. ഇൻ ഷോർട്ട്, എന്താണ് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി നമുക്ക് അറിയാൻ പറ്റും. എന്ത് കാര്യമാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിലുള്ളത്? ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോവുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡായിട്ടുണ്ട്. അത് റിലേഷൻഷിപ്പ് ആവാം, നിങ്ങൾ ആഗ്രഹിച്ച ജോലിയാകാം, എന്തും ആകാം. അത് എൻഡായിട്ടുണ്ട്. നിങ്ങൾ പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടില്ലായിരിക്കാം. നല്ലതുപോലെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിച്ചു തുടങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആകാം, ബിസിനസ് ആകാം. നിങ്ങൾ എന്തോ കാര്യമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ എൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ചില പേർക്ക് അത് എൻഡായി കഴിഞ്ഞു, ഇനി എന്തു ചെയ്യും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. വളരെയധികം കൺഫ്യൂഷനാണുള്ളത്. ഹൃദയം വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. മുന്നോട്ട് പോകാൻ പേടിയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ആരെടുത്തും നിങ്ങൾക്കത് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം വേദനകൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പരിഗണന നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നേയില്ല. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ആ ഒരു വ്യക്തിൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടും അവർ നിങ്ങളെ തീരെ ഗൗനിക്കുന്നില്ല. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ്. നിങ്ങൾക്കതറിയാം, ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇനി കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പ്രോഫിറ്റ് അവിടെ നിന്ന് കിട്ടുന്നില്ല. നിങ്ങൾ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. നിങ്ങളിലേക്ക് വരുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ്. ചില പേരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിലുള്ള അഡിക്ഷൻ, മടി, ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും അതേപോലെ തന്നെ കരിയറിനെയും ബാധിക്കുന്നുണ്ട്. മടി തീർച്ചയായിട്ടും കരിയറിനെയാണ് ബാധിക്കുന്നത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ സമയം വെറുതെ പാഴായി പോവുകയാണ്. ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. ഒരു കൺസിസ്റ്റൻസി നിങ്ങളുടെ പ്രവൃത്തികളിലില്ല. ഇന്ന് ചെയ്യുന്നുണ്ട്, നാളെ അത് ചെയ്യില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കരിയറിൽ വളരെയധികം ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ചില പേരെ സംബന്ധിച്ചിടത്തോളം വരവ് ചെലവ് കണക്കുകൾ ബാലൻസ്ഡ് ആയി പോവുകയാണ്. ഒരിക്കലും നിങ്ങൾക്കൊരു സേവിങ്സ് ഉണ്ടാവുന്നില്ല. മാറ്റിവെക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. വരവിനേക്കാൾ അധികം ഒരുപക്ഷെ ചിലവുണ്ടായിരിക്കാം. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് പാറ്റേൺ പോലെ അവസാനിക്കുകയാണ്. നേരത്തെ റിലേഷൻഷിപ്പിലുണ്ടായിട്ടുള്ള അതേ പ്രോബ്ലംസ് തന്നെ നെക്സ്റ്റ് റിലേഷൻഷിപ്പിലും വരികയാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ധൈര്യം നിങ്ങൾക്കില്ല. അതേപോലെ തന്നെ കരിയറിലും സെയിം പ്രോബ്ലംസ് തന്നെ വരാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടാവില്ല. ബോസ് വളരെയധികം ദേഷ്യപ്പെടുന്നൊരവസ്ഥയുണ്ടാവും. ഇവിടെയും ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. മുന്നോട്ട് പോകാനായിട്ട് പേടിയാകുന്നു. കാരണം പാറ്റേൺ പോലെ തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സമാധാനമില്ലാത്തൊരവസ്ഥയാണുള്ളത്. റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും സെയിം പാറ്റേൺ ആരംഭിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എൻഡായിക്കഴിഞ്ഞു. റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആകാം, അതെല്ലാം എൻഡായിക്കഴിഞ്ഞു. ഇനി ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതായത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ എത്ര നന്നായിരുന്നു,
അതുപോലെയുള്ളൊരു ജോലി അല്ലെങ്കിൽ ആ സെയിം ജോലി നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന നിങ്ങളുടെ കരിയർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം തിരികെ വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് തിരികെ കിട്ടുമെന്ന് നിങ്ങൾക്ക് യാതൊന്നും പ്രതീക്ഷിക്കാനും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇൻഫോർമേഷനും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുന്നുമില്ല. ആ ഒരു സിറ്റുവേഷനിലാണുള്ളത്. എൻഡായി പോയി എന്ന് നിങ്ങൾ വളരെയധികം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അത് നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ വരില്ല. നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുള്ള കാര്യങ്ങളാണതെല്ലാം. അതുപോലെ തന്നെ സെയിം ടൈം ഇവിടെ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ആൾക്കാർ, അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള, നിങ്ങൾ വിശ്വസിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. ലവറാകാം, ഫ്രണ്ട്സ് ആകാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, പാരൻസ് ആവാം. അവർ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. നിങ്ങളെ കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സഹായമെല്ലാം മേടിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങളെ വിട്ടുപോയിട്ടുള്ളത്. ഒരിക്കൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പം നിങ്ങൾക്കൊള്ളില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വിട്ടുപോയിട്ടുള്ളത്. ആ ഒരു വേദന നിങ്ങളെ സെൽഫ് ഡൗട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്നിനും കൊള്ളില്ലേ? ശരിക്കും യഥാർത്ഥത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചത്? എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ? അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും വളരെയധികം പേടി തോന്നുകയാണ്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, മുന്നോട്ട് പോകാനേ കഴിയുന്നില്ല. നിങ്ങൾ അവിശ്വാസത്തിൻ്റെ കെട്ടുപാടുകളിൽ പെട്ടുപോയിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തു കടന്ന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ കൂടെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. ഇതെല്ലാം നിങ്ങളെ വളരെയധികം അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങളൊന്നിനും കൊള്ളുകയില്ല എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ കുറച്ച് നാളുകളായിട്ട് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്, ബ്ലെയിം ചെയ്യുകയാണ്. നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ വളരെയധികം വിഷമിപ്പിക്കുകയാണ്. നിങ്ങളൊന്നിനും കൊള്ളുകയില്ല, നിങ്ങൾ ബാഡ് ലക്കാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിക്ടിമായി കാണുകയാണ്. എനിക്ക് മാത്രമാണ് ഇതുപോലെ സംഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതെല്ലാമാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്വയം ഒരു വിക്ടിമായിട്ട് നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ അതിനു പകരമായിട്ട് ഇതെല്ലാം സംഭവിച്ചത് നല്ലതിനാണ് എന്നൊരു ചിന്ത നിങ്ങൾ ഇനി വളർത്തിയെടുക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന അതാണ് സ്റ്റാർ. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവർ നിങ്ങളെ സ്റ്റാറായിട്ട് കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. അത് എല്ലാ കാര്യത്തിലും, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും. നെക്സ്റ്റ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും നിങ്ങൾക്ക് വരുന്ന ഹീലിംഗ് ആണ്. നിങ്ങൾ സ്വയം ഹീലാവുകയാണ്. നിങ്ങൾക്ക് ചുറ്റും ഒരു ഹീലിംഗ് എനർജി വരികയാണ്. കർമ്മ റിലീസാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്വയം സ്റ്റാറാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇനി വരുന്നത്. നിങ്ങൾ ശരിക്കും സ്റ്റാർ സീഡ് തന്നെയാണ്. അതിന് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതെ മറ്റുള്ളവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ച ആൾക്കാരുണ്ട്, അവരെല്ലാവരോടും ക്ഷമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും. അത് പ്രണയമായാലും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിലും ഐഡിയാസ് ആണെങ്കിലും നിങ്ങളുടെ കരിയറിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും. അത് നിങ്ങളെ വിട്ടുപോകില്ല. കാരണം ഒരുപാട് അനുഭവിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ച് അതിനെ ഹീൽ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. ഇനി ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ട് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നത് എനിക്ക് നല്ലതിനാണ് എന്ന് നിങ്ങൾ ചിന്ത കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാളിനോട് ഷെയർ ചെയ്യേണ്ടതേയില്ല. ആരെടുത്തും പറയണ്ട. എത്ര നല്ല സുഹൃത്താണെങ്കിലും അത് പറയാതിരിക്കുക.
നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങളുടെ കരിയറിൻ്റെ കാര്യമാണെങ്കിലും മറ്റുള്ള ഒരാളോട് പറയാതിരിക്കുക. നിങ്ങളിനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ അറിയണ്ട. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹം അട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് കിട്ടാനും നിങ്ങൾ കൊടുക്കാനും പോവുകയാണ്. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുകയും സ്നേഹിക്കാൻ പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ അർഹിച്ച സ്നേഹം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ വിട്ടുപോയ ആൾക്കാർ നിങ്ങളെ തേടി വരുന്നതായിരിക്കാം. അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാവും. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ തേടി അവർ തിരിച്ചു വരും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ച ജോബ്, കരിയർ, അതെല്ലാം, പ്രശസ്തി, ഇതെല്ലാം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു മിറാക്കിൾ പോലെ ആയിരിക്കാം നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ വളരെയധികം വാല്യൂ കരുതും. നിങ്ങൾക്ക് വിലയുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കും. നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ നിങ്ങളെ കുറ്റം പറഞ്ഞും വില കൽപ്പിക്കാതെയും അവഗണിച്ചും ഒക്കെ പോയവർ നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇനി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണത്. നെക്സ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് കാർഡ് തന്നെ ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ എനർജി തന്നെ ട്രാൻസ്ഫോർമേഷനാണ് ഫസ്റ്റ് കാർഡ്. നിങ്ങൾക്കുള്ള അഡ്വൈസാണ് ബൗണ്ടറീസ്, അതിർ വരമ്പുകൾ നിങ്ങൾ തന്നെ കെട്ടുക. ലവ് യുവർ സെൽഫ് ഇനഫ് ടു സേ നോ ടു അതേഴ്സ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. മറ്റുള്ളവരുടെ അടുത്ത് നോ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നോ എന്ന് തന്നെ പറഞ്ഞേക്കുക. ഡിമാൻഡ്സ് ഓൺ യുവർ ടൈം ആൻഡ് എനർജി. നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ എനർജിക്കും നിങ്ങൾ ഡിമാൻഡ് വെക്കുക. യെസ്, ഇവരെ ഡിവൈൻ പാഷൻ. ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക. വാട്ട് ഈസ് യുവർ ഹാർട്ട് ഈസ് ട്രൂ ഡിസയർ. നിങ്ങളുടെ ഹൃദയം ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വേണം. പാർട്ട്ണറോടാണെങ്കിലും നിങ്ങളുടെ കരിയറിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹം എന്താണ്, പാർട്ട്ണറോടാണെങ്കിൽ നിങ്ങൾ അത് എൻ്റെ ആഗ്രഹം ഇതാണ് എന്നുള്ള രീതിയിൽ പറയുക. കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് അനുസൃതമായി നിങ്ങൾ വർക്ക് ചെയ്യുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അന്നേരം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവയേക്കാൾ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ അനുവദിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കാൻ വരുമ്പോൾ, നിങ്ങളെ മോശം പറയുമ്പോൾ, വേണ്ട, ഇത് പറയണ്ട, എനിക്കത് ഇഷ്ടമൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ മറ്റുള്ളവരോടാണ് നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ വേദനിക്കാതിരിക്കാൻ നിങ്ങൾ സ്വയം വേദനിക്കും. നിങ്ങൾ അവരുടെ കാൽച്ചുവട്ടിലേക്ക് നിങ്ങളെ തന്നെ ഇട്ടുകൊടുക്കും ചവിട്ടി മെതിക്കാനായിട്ട്. അതിന് പോകാതിരിക്കുക. ഇവിടെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടൈം ഫോർ എ ക്ലെൻസിങ് ഡിടോക്സിഫിക്കേഷൻ. ഇവിടെ ശരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ ബോഡിയെയും മൈൻഡിനെയും. ബോഡിയെ ക്ലെൻസ് ചെയ്യാനായിട്ട് നമുക്ക് കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കാം. ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് കുളിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ട് വെക്കുക, നിഷ്കളങ്കമായിട്ട് വെക്കുക. നിഷ്കളങ്കമായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തവരും അതേപോലെ തന്നെ നിങ്ങളെ കുറ്റം പറഞ്ഞവരും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിച്ചവരും ഒക്കെയും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാവരും ഒരു സമയത്ത് നിങ്ങളെ വിട്ടുപോയ ആൾക്കാരാണ്. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങളെ പരിഹസിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരോടൊക്കെ അത് ക്ഷമിച്ചേക്കുക. അത് അവരുമായിട്ടുള്ള നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ആണെന്ന് ആദ്യം തിരിച്ചറിയുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവരോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കർമ്മയായിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കാം അവരോട് ക്ഷമിക്കാനായിട്ട്. ക്ഷമ കൊടുക്കുക, മനസ്സിനെ ക്ലിയർ ചെയ്ത് വെക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നെക്സ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, മനസ്സും ശരീരവും. മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇത്രയൊക്കെ കേട്ടിട്ടും
നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ കഴിയുന്നില്ല. റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ചില ആൾക്കാരെ മറക്കാൻ പറ്റുന്നില്ല. ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ലെറ്റ് ഗോ ചെയ്യുക, യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക, എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അവരുടെ അടുത്ത് പക സൂക്ഷിക്കാതിരിക്കുക, നിഷ്കളങ്കമായിട്ട് അവരെ സ്നേഹിക്കുക. അവർ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, വേദനിപ്പിച്ചിട്ടുണ്ടാവാം, വിട്ടുകൊടുത്തേക്കുക. അവരോട് ക്ഷമിച്ച് അവരെ അവരുടെ വഴിക്ക് വിടുക. ചില കാര്യങ്ങൾ റീകൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടാവാം. ഇവിടെ അങ്ങനെ ഒരു മെസ്സേജാണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെ, ആ വ്യക്തികളെ നിങ്ങൾക്ക് ഒന്നുകൂടി പരിഗണിക്കാവുന്നതാണ്, അവർക്ക് ക്ഷമ കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളാൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ പാർട്ട്ണർ, അവരെല്ലാവരും നിങ്ങളാൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് അവരെല്ലാം. അവരെയും പരിഗണിക്കുക. അങ്ങനെയൊരു സ്ട്രോങ് മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. അവരെ ഒരിക്കലും പരിഗണിക്കാതിരിക്കരുത്. അവരെയും സ്നേഹിക്കുക. ഓരോരുത്തർക്കും അർഹമായിട്ടുള്ള സ്നേഹം കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അത് കർമ്മയായിട്ട് നിങ്ങൾ നെക്സ്റ്റ് ജന്മത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ പരിഗണിക്കുക. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ലവ് യു.